വെൽക്കം ബാക്ക് ടു എക്സസ് വേൾഡ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഇതാണ്. അതിന് മുമ്പ് ഒരു സാധനം കാട്ടിത്തരാം. ഞാനൊരു ദിവസം എൻ്റെ കസിൻ്റെ വീടിൻ്റെ അവിടെ ഒരു അലക്കലുണ്ട്. എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്താണ്. അപ്പോൾ അവിടെ നിൽക്കുമ്പോഴാണ് ഒരു യൂട്യൂബർ ചേച്ചി. ആ ചേച്ചിയിൽ ഞാൻ വീഡിയോസ് എടുക്കാതെ പക്ഷേ ചേച്ചിയുടെ പേര് അറിഞ്ഞൂടെ, യൂട്യൂബ് ചാനലിൻ്റെ പേര് അറിഞ്ഞൂടാ. അതാണ് ഇതിനകത്തുള്ള തമാശ. എന്നിട്ട് ഞാൻ ആ ചേച്ചിയുടെ ചെന്ന് വാങ്ങി, ചേച്ചി ഞാൻ ചേച്ചിയുടെ സബ്സ്ക്രൈബറാണ്. അപ്പോൾ ആ ചേച്ചീൻ്റെ അടുത്ത് കഴിഞ്ഞാൽ എൻ്റെ സബ്സ്ക്രൈബർ ആയതുകൊണ്ട് മോൾക്കൊരു കുഞ്ഞ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞ് എനിക്ക് ഈ ഒരു സ്റ്റിക്കേഴ്സ് വന്നു. ഈ സ്റ്റിക്കേഴ്സിനകത്ത് എന്താണെന്ന് കുറച്ച് സ്റ്റിക്കേഴ്സ് എന്ന് വെച്ചാൽ ഈ സ്റ്റിക്കേഴ്സ് ഞാനാകെ തീർത്ത് കളഞ്ഞു. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിൽ പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോയിലെത്തി. നമ്മൾ കുറേ സാധനങ്ങളുണ്ട്, ഈ സ്റ്റിക്കേഴ്സും അതൊക്കെ. നമ്മൾ ആദ്യം മേടിച്ച് ചെയ്യണം, ടൈനി ബുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ടൈനി ബുക്ക് എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ നമുക്ക് നല്ല ക്യൂട്ടാണ് ഗൈസ് ഈ സ്റ്റിക്കേഴ്സ്. ആ ചേച്ചി തന്ന സ്റ്റിക്കേഴ്സ് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. എന്നിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിലുണ്ട് ഇതുപോലത്തെ സ്റ്റിക്കേഴ്സ്. അപ്പോൾ അവൾ തരാമെന്നും പറഞ്ഞ് ഞാൻ അവളെ കാട്ടിയിരുന്നപ്പോൾ പറഞ്ഞ് അങ്ങനെ തരാമല്ലോ എന്നൊക്കെ പറഞ്ഞ് എനിക്കത്. എന്നിട്ട് ഡയറിയിൽ ഇങ്ങനെ ഉണ്ട്. ഡയറിയിൽ ഞാൻ കവായും കൊണ്ടാണ് അപ്പോൾ ഡയറിയിൽ എനിക്ക് ആ പർപ്പിൾ വൺ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട്. ഈ ബ്ലൂ വൺ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. എന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ കളകളുണ്ട്. ഞാൻ ഭംഗിക്ക് വേണ്ടി ചെയ്താൽ ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യണേ. അവിടെ ചെയ്തായിപ്പോയി. അപ്പോൾ നിങ്ങൾക്ക് ഐഡിയാസിന് വേണ്ടിയാണ് ഞാൻ ഇതാണ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം ഈ പേജ് ചെയ്യുക. അപ്പം ഞാൻ അത് വേണ്ട, ഈ സ്റ്റാർസ് വേണ്ട. സ്റ്റാർസൊക്കെ നമുക്കിവിടെ ഈ ബട്ടർഫ്ലൈ സ്റ്റിക്കേഴ്സ് നമുക്ക് ഇടപ്പള്ളി ഡൈക്കട്ട്സിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത്. നല്ലൊരു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാൻ ഡൈക്കട്ട്സ് കണ്ടിട്ടില്ല. ഇതെൻ്റെ അമ്മ ബർത്ത്ഡേക്ക് വാങ്ങിച്ചതാണ്. എൻ്റെ ബർത്ത്ഡേ ഒക്ടോബർ 21 ആയിരുന്നു. അന്നൊക്കെ ഭയങ്കര സെലിബ്രേഷൻ, ഞങ്ങളിവിടെ കസിൻസ് എല്ലാവരും കൂടി സെലിബ്രേറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ഞാൻ ഗിഫ്റ്റ് പൊട്ടിക്കണ സമയത്തായിരുന്നു ഞാൻ വായും പൊളിച്ചൊന്ന് കൈസ് ഇതൊക്കെ കണ്ടപ്പോൾ. എന്നിട്ട് അടുത്തത് നമ്മൾ ഈ സ്റ്റിക്കേഴ്സ് വെച്ചു. ഇനി നമ്മളടുത്ത് ഈ ഒരു ക്ലിപ്പ് വെക്കുക ഗൈസ്. എന്നുവെച്ചാൽ ഇത് കാണുന്നില്ലല്ലോ, അതുകൊണ്ട് എല്ലാ വീഡിയോസിലും കണ്ടിട്ടാണ് എന്താണ് ഇതിങ്ങനെ കീറാൻ നിൽക്കുന്നത്. എന്നുവെച്ചാൽ ഞാൻ ഇന്ന് വൈകിട്ട് നെയിൽ പോളിഷ് അടിച്ചായിരുന്നു ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഞാനത് താഴ്ത്ത് വീണപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ ചവിട്ടി. എൻ്റെ കാലിലും നെയിൽ പോളിഷായി, എല്ലായിടത്തും നെയിൽ പോളിഷായി. അതുകൊണ്ടാണ് ഗൈസ്, അതാണ് ഏറ്റവും കൂടുതൽ തമാശ. അതുകൊണ്ടാണ് ഞാൻ കറങ്ങറാൻ നിൽക്കുന്നത്. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ സ്റ്റിക്കേഴ്സ് എല്ലാം മുട്ടിച്ച് കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾ ഹൈലൈറ്റേഴ്സ് കളേഴ്സാണ് എടുക്കുന്നത്. അതിനകത്ത് ഗൈസ് ഇതെന്തോ ഒരു കളറാണ് എനിക്കറിഞ്ഞൂടാ. എനിക്ക് ഹൈലൈറ്റേഴ്സിൻ്റെ കളർ അറിഞ്ഞൂടാ. ഹൈലൈറ്റേഴ്സ് എനിക്ക് കിട്ടിയത് എന്താണ് ഇവിടെ നിന്നാണ്, അമ്മ ഗിഫ്റ്റ് എന്നതാണ്. എന്താണ് ഡൈക്കട്ട്സ് ചെയ്യുന്നതാണ്. നമ്മുടെ വീട്ടിൽ ചിലതൊക്കെ ഡൈക്കട്ട്സ് ഉണ്ടെങ്കിൽ ഒരു ഹാങ് ബാഗ് ഉണ്ട്, അത് വരെ ഡൈക്കട്ട്സാണ്. പിന്നെ എനിക്ക് കുറേ ഈ ഡയറി വരെ ഡൈക്കട്ട്സാണോ എന്ന് എനിക്കറിഞ്ഞൂടാ ഡൈക്കട്ട്സാണോ എന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ കോളൊക്കെ കുറച്ച് ഞാനിവിടെ കുറച്ച് എഴുതുന്നുണ്ട്. ഞാൻ എഴുതിയാണ്. നമുക്ക് ഇഷ്ടമുള്ളത് എഴുതാം, അല്ലാണ്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എഴുതിയേക്കണം തന്നെ ഒന്നും എഴുതണ്ട കേട്ടോ. അതൊരു കുഴപ്പമില്ല കേട്ടോ, അതൊന്നും ഒരു കുഴപ്പമില്ല. ഞാൻ എഴുതുന്നത് എന്താ ഐ ലവ് പക്ഷേ കാണാൻ കഴിയുന്നില്ല ഗൈസ്, ഭയങ്കര ഭംഗിയതാണ് ഗൈസ്. മനസ്സിലായി. ഐ ലവ് പ്ലേ വിത്ത് യു. എന്തോ ഐ ലവ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയോടെ എന്തോ ഉണ്ടല്ല. ഐ ലവ്സ് 2 എഴുതിയിട്ടില്ല, 2 ഉള്ളത്. അപ്പോൾ അവസാനമായിട്ടാ അങ്ങനെ എഴുതി കഴിഞ്ഞു ഗൈസ്. അപ്പോൾ നമ്മൾ 2 ലൈനാണ് എഴുതിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഴുതാട്ടോ, അല്ലെങ്കിൽ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. ഗൂഗിളിൽ പോകുമ്പോൾ തന്നെയാണ് ഉത്തരം തരും. ഇനി നമ്മൾ അടുത്ത് എടുക്കാൻ പോകുന്നത് കുറച്ച് വീണ്ടും ഹൈലൈറ്റേഴ്സ് ഉണ്ടായി ഒരു ബുക്ക്.
വീണ്ടും ഹൈലൈറ്റേഴ്സ് കുറച്ച് ഞാൻ പൂക്കളും സാധനങ്ങളും എല്ലാം വരയ്ക്കാനായിട്ടാണ് നമ്മൾ ഈ ഒരു ഹൈലൈറ്റേഴ്സ് എടുക്കുന്നത്. ഹൈലൈറ്റേഴ്സ് നല്ലൊരു ഭംഗിയുള്ള സാധനമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹൈലൈറ്റേഴ്സൊക്കെ. നമുക്ക് പാഠം ഭാഗത്തിലത്തെ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് സാധനങ്ങൾ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യാമല്ലോ, അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഹൈലൈറ്റേഴ്സ് ചെയ്യണത്. എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു ബ്ലൂ ആണെന്ന് തോന്നുന്നു, ബ്ലൂ തന്നെ. അപ്പം നമുക്ക് ഡാർക്ക് ബ്ലൂ ആണ്. ഓക്കെ, ഞാൻ പൂക്കൾ വരച്ചു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ഇഷ്ടമുള്ള സ്റ്റിക്കേഴ്സ് ഇടും കേട്ടോ, അല്ലാണ്ട് സെയിം സ്റ്റിക്കേഴ്സ് തന്നെ ഞാൻ ഇടണ്ട. നമുക്ക് ഏതെങ്കിലും കളർ ആയാലും കുഴപ്പമില്ല, ഈ കളർ തന്നെ ഒന്നും വേണ്ട. ഹൈലൈറ്റേഴ്സ് ഇല്ലെങ്കിൽ സ്കെച്ച് ഇടുക, സ്കെച്ച് ഇല്ലെങ്കിൽ ക്രയോൺസ് അങ്ങനെ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ക്രയോൺസ് ഒന്നുമില്ലെങ്കിൽ പെയിൻറ് ഉണ്ടെങ്കിൽ പെയിൻറ് ചെയ്യുക, പെയിൻറ് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുക. എനിക്ക് സത്യം പറഞ്ഞാൽ പെയിൻറ് ഉണ്ടാക്കാൻ അതും കൂടെ ഞാൻ കളറൊക്കെ മിക്സ് ചെയ്തിട്ട് ചെയ്യാനറിയാം, അല്ലാണ്ടൊന്നും ചെയ്യാൻ അതിനോട്. അപ്പോൾ ഗായ്സ് അങ്ങനെ നമ്മളുടെ ഇതെല്ലാം തീർന്നു ഗായ്സ്. അപ്പോൾ നമ്മൾ അടുത്തത് നമ്മൾ വലിയ ഡയറിയാണ് ഏറ്റവും കൂടുതൽ പണി എന്നും പറയാം, മനസ്സിലായി. അപ്പോൾ ഞാൻ നമ്മൾ ഏത് പേജിൽ എഴുതും? ഇവിടെ ഒരു ബാലൻസ് പേജ് ഉണ്ടോ, അവിടെ എഴുതണോ? ആ പേജിൽ എഴുതണം പറഞ്ഞോ. അപ്പോൾ ഗൈസ് നമുക്ക് ഈ പേജിലാണ് ഗൈസ് എഴുതേണ്ടത്. അപ്പം നമ്മൾ ആദ്യമേ തന്നെ സ്റ്റിക്കേഴ്സ് എടുക്കുക. ഓക്കെ, ഇത് കവായി ആണ് ഗൈസ്, ഇത് ഭയങ്കര കവായി ആണ്, ഇച്ചിരി ഉള്ളു ഗൈസ്. നമുക്ക് വേഗം എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് കവായിക്ക് എടുക്കുക. പിന്നെ ഡിസൈൻസൊക്കെ ഇഷ്ടമുള്ളതായിട്ട് ചെയ്യാം കേട്ടോ. ഞാനിതിനകത്ത് ചെയ്യണ എല്ലാ ഡിസൈനൊന്നും ചെയ്യണ്ട, നിങ്ങൾക്ക് കുറച്ച് ക്രിയേറ്റിവിറ്റി ആയിട്ടൊന്ന് തിങ്ക് ചെയ്യുമോ. യോഗ്യത പോയി സ്റ്റിക്കർ ഈ കവായി ഷീറ്റൊക്കെ നമ്മളുടെ എന്തോന്നാണ് നീർക്കോടിലൊരു കടയുണ്ട്, ആ കടയുടെ പേരൊന്നും നിങ്ങളുടെ എൻ്റെ ഫ്രണ്ടിൻ്റെ കൊടുന്ന് പറഞ്ഞൊരു കടയിൽ കിട്ടും. നീർക്കോടിൻ്റെ അവിടെയുള്ളൊരു കടയാണ്. അപ്പോൾ നീർക്കോട് എന്ന് പറഞ്ഞ കടയല്ല കേട്ടോ, നീർക്കോട്ടിൽ ഉള്ളൊരു കട. അപ്പോൾ അവിടെ ഈ ഷീറ്റിൽ എന്താണ് ലബൂബു ഷീറ്റ് ഉണ്ട്, ഇതിൻ്റെ ഫ്രണ്ട് എന്നതാണ്. ആ ലബൂബു ഷീറ്റിനൊരു 90 റുപ്പീസൊക്കെ ആവും. ഇതെൻ്റെ ഇവിടെയൊക്കെ കിട്ടിയതാണ് കേട്ടോ, ഇവിടെ തൊട്ടടുത്തുള്ളൊരു കടയിൽ കിട്ടിയതാണ്. ഞാനാകെ അവിടെ നിന്ന് 4 ഷീറ്റേ വാങ്ങിച്ചു. ആ 4 ഷീറ്റ് ഷടയെന്ന് വാങ്ങി തീർന്നു. അപ്പോൾ നമുക്ക് സ്റ്റിക്കേഴ്സ് ഒട്ടിക്കാൻ ലെമൺ സ്റ്റിക്കേഴ്സാണ് കേട്ടോ ഒട്ടിക്കണം. മറ്റേ സ്റ്റിക്കേഴ്സൊന്നും ഒട്ടിക്കാനേ കഴിയുന്നില്ല ഗായ്സ്, ഭയങ്കര ടഫായിരുന്നു. അതാണ് കവായി എന്ന് പറഞ്ഞ സ്റ്റിക്കേഴ്സിൽ ഇങ്ങനെ ഒട്ടിക്കാൻ ഭയങ്കര ടഫായിരിക്കും ഗൈസ്. അത് നമ്മളിങ്ങനെ കുറേ ഇങ്ങനെ പരിയണം ഭയങ്കര ടഫായിരിക്കും. ആകെ നമ്മൾ കുഞ്ഞിനാളത്തെ ഇങ്ങനെ കൊങ്ങിയിരിക്കണമായിരിക്കും സ്റ്റിക്കേഴ്സിൽ കവായി അല്ലാത്ത പോലത്തെ ആ സ്റ്റിക്കേഴ്സൊക്കെ ഭയങ്കര ഈസിയാണ് ഗൈസ്. അപ്പോൾ ഞാൻ ഒട്ടിക്കാൻ പോകുന്ന ഹാർട്ട്സാണ് കേട്ടോ, കുഞ്ഞു ഹാർട്ട്സ് ഞാൻ ഒട്ടിക്കുകയാണ്. അപ്പോൾ ഞാൻ ഒട്ടിച്ചു. ഇനി നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ലബൂബു. നിങ്ങൾക്ക് അറിയാമല്ലോ ലബൂബു. അപ്പോൾ ലബൂബുടെ എബൌട്ട് ലബൂബു ആണ്. ഇവിടെ സൈഡിൽ എബൌട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതൊക്കെ ഫില്ല് ചെയ്യും. വീണ്ടും അപ്പുറത്തേക്കണം ആ ബ്ലൂ വണ്ണില്ലേ, ആ ബ്ലൂ വൺ ഇന്ന് രാവിലെ അല്ല വൈകിട്ടൊക്കെ ചെയ്തതാണ്, ബോറടിച്ചപ്പോൾ ചെയ്തതാണ്. അപ്പം ഞാൻ എന്താണ് ചെയ്തപ്പോൾ നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു. അമ്മേ അയ്യോ ഒന്നും പറ്റിയില്ല ഗൈസ്, ഒന്നുമേ പറ്റിയില്ല. ഞാനൊരു സ്റ്റിക്കർ എടുക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് നീങ്ങാണ്, അപ്പോൾ ഒരു വീഴ്ചയെന്നുള്ളൂ, ആരും പേടിക്കണ്ട. ഇങ്ങനെയൊക്കെ ഉണ്ട കൊള്ളത്തില്ല, കാണാനൊരു ഭംഗിയില്ല. അടുത്തോടെ കണ്ടല്ലോ, എന്നാൽ ഞാൻ അടുത്തോട്ടേക്ക് നീക്കാം. ഇനി അടുത്ത കവായിസിൻ്റെ ഈ ലബൂബു ആണ് നമ്മൾ എടുക്കുന്നത്. ഒരു ലബൂബു ഒക്കെ എടുക്കട്ടെ. ഓക്കെ, നമുക്ക് കുറേ ലബൂബു സ്റ്റിക്കേഴ്സ് എടുക്കണം. ഓക്കെ, ഞാൻ ഒരു വലിയൊരു ലബൂബുണ്ടായിരുന്നു കേട്ടോ.
ഇതെൻ്റെ ഫ്രണ്ട് ആൽവിയില്ലേ നീർക്കോട്ടിലത്തെ കടയിൽ നിന്ന് കിട്ടുന്ന ഈ പിന്നെ വലിയ ടൈപ്പ് ലബൂബൂനെ വേണമെങ്കിൽ നീർക്കോട്ടിൽ കിട്ടുക. ഇപ്പം ഞാൻ ഒട്ടിച്ച ചെറിയ ചെറിയ ലബൂബൂസ് അത് നമ്മളുടെ ഡൈക്കട്സ് എന്താ ഇടപ്പള്ളി ഡൈക്കട്സിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. ഗായ്സ് അപ്പം നമുക്ക് സ്റ്റിക്കേഴ്സൊക്കെ എല്ലാം ഇങ്ങനെ ഒട്ടിക്കാം. ഇതിനകത്ത് നമ്മൾ ഹൈലൈറ്റേഴ്സാണ് കേട്ടോ ഗായ്സ് എടുക്കുന്നത്. ഗായ്സ് ഇനി നമ്മൾ ഹൈലൈറ്റേഴ്സ് ആണെങ്കിൽ എടുക്കാൻ പോണ ഗായ്സ്. അപ്പം നമ്മൾ ഹൈലൈറ്റേഴ്സ് എടുക്കുന്നതിന് മുന്നേ തന്നെ ഒരു ഹൈലൈറ്റേഴ്സൊക്കെ സെലക്ട് ചെയ്തു എന്ന് തോന്നുന്നു. ഓക്കെ ഗായ്സ്, അപ്പം നമുക്ക് എനിക്കതിങ്ങനെ നമ്മൾ ഈ ഒരു സ്കെച്ചാണ് ഈ സ്കെച്ച് എനിക്ക് കിട്ടിയേക്കുന്നത് ഈ എന്താണ് ഇടപ്പള്ളി ഡൈക്കട്സിന്നാണ് ഈ സ്കെച്ച് വരെ കിട്ടിയേക്കുന്നത്. നല്ലൊരു ക്യൂട്ട് കൊറിയൻസാണ്. പിന്നെ എനിക്ക് തന്ന ലബൂവല്ല മറ്റേ ഹൈലൈറ്റേഴ്സും കൊറിയൻസാണ്. എന്തുവാ നല്ലൊരു ഭംഗിയുള്ള ഒരു പിങ്കിയും വേറൊരു പിങ്കിയും എടുത്തിട്ടുണ്ട് ഹൈഡ്. അതാണ് നമ്മൾ 3 കളറാണ് എടുത്തിട്ടുള്ളത്, റെഡ്, പിങ്ക്, ലൈറ്റ് പിങ്ക്. അതുകൊണ്ട് നമ്മൾ ഇനി അടുത്തതെന്ന് വെച്ചാൽ നമുക്ക് ഒരു സ്റ്റിക്കർ ഒരെണ്ണം ഒട്ടിക്കാം. ഞാനൊരു മഞ്ഞ സ്റ്റിക്കേഴ്സാണ്, പിന്നെ ഒരു മഞ്ഞ പൂ ഒട്ടിക്കാണ് കരുതി ഞാൻ ഒട്ടിക്കുകയാണ്. കാണാൻ കഴിയുന്നില്ലല്ലേ, ഞാനിപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. എഡിറ്റിൻ്റെ ഇടയിലാണ് ഞാൻ. അപ്പോൾ എഡിറ്റിങ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നതാണ്. അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മൾ ഇത് പറിക്കണമല്ലോ, അപ്പോൾ ഗൈസ് പറഞ്ഞു. ഇനി നമ്മൾ അടുത്തത് പോകുന്നത് വെച്ചാൽ നമുക്കിനി ഹൈലൈറ്റേഴ്സ് കൊണ്ട് വേഗം ചെയ്യാം ഗൈസ്. എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് നൈറ്റിൻ്റെ ഇടയിലാണ്, ഒരു 8 o'clock ഒക്കെയാണ് ഇപ്പോൾ. എനിക്കാണെങ്കിൽ വിശക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേഗം ചെയ്യാം കേട്ടോ ഗൈസ്. വളരെ ഫാസ്റ്റ് വളരെ ഫാസ്റ്റ് ഇളക്കിയിട്ട് വന്നിട്ട് അതാണ് നമ്മൾ പിന്നെ മിഷീന്. ഗൈസ് കുറച്ച് ഇളകിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സാധനം തീർന്നു. ഇനി നമ്മൾ റെഡും കൊണ്ട് ഇനി ഇവിടേക്ക് ഇങ്ങനെ ചെയ്യണം. അപ്പോൾ ഞാൻ അടച്ച് വെച്ചു. ഇനി നമ്മൾ അത് ആ ഹൈലൈറ്റർ അതിൻ്റെ ഉള്ളിലൊക്കെ അടി മിസ്സായി പോകണം. ഇനി നമ്മൾ എടുക്കാൻ പോണത് സ്കെച്ചുകളാണ്. അപ്പോൾ സ്കെച്ചിനകത്ത് ഞാൻ റെഡാണ് എടുത്തേക്കണം. ഇനി ഈ ബട്ടർഫ്ലൈൻ്റെ അപ്പുറത്ത് ഇതുപോലത്തെ ഒരു ഡാർക്ക് ഇങ്ങനെ വരയ്ക്കണം. ഇനി അടുത്താണ് നമ്മുടെ അടുത്ത രൂപം, അതാണ് കേട്ടോ. അപ്പോൾ ഗൈസ് ഞാനിങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ്. ഗൈസ് അത് പോയി. അപ്പോൾ നമുക്ക് കുറേ ചെയ്യാനുണ്ട് ഗൈസ്. ഐ ആം സോ ടയേർഡാണ്. ആൻഡ് ഗൈസ് നമ്മൾ തീരുന്നു. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് നടുക്ക് ഇങ്ങനെ വര എന്നിട്ട് കുത്ത് വര അതുപോലത്തെ ക്യൂട്ട് സാധനങ്ങൾ ചെയ്താൽ മതി. ഇനി ഇനി നമുക്ക് മേളിൽ ഡേറ്റും സാധനങ്ങളും എഴുതണം ഗൈസ്. എബൌട്ട് ലബൂബു ആണ് ഗൈസ്. നമ്മൾ എബൌട്ട് എഴുതാൻ പോണത് ലബൂബു ആണ്. ഞാൻ നേരത്തേക്ക് ഈ തിങ്സിനൊക്കെ ഈ ബ്ലൂ ഡേ, പർപ്പിൾ ഡേ, പിങ്കി ഡേ അതിനൊക്കെ ഞാൻ ചെയ്ത് വെച്ചാൽ എന്താണ് മൈ തിങ്സ് മൈ ഡേറ്റ് 2025 നവംബർ ആണ് ഗൈസ്. നവംബറാണ് ഇപ്പോൾ. ക്രിസ്മസ് ആവാനില്ലേ, അപ്പോൾ ക്രിസ്മസ് ജേണലൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് എല്ലാവരും ലൈക്കും ചെയ്യണേ. ക്രിസ്മസ് ജേണലിന് നമ്മൾ സപ്പോർട്ട് ചെയ്യണം. പിന്നെ വെനസ്ഡേ ആണ് കേട്ടോ, 19 ആണ് ഡേറ്റ്. ഓക്കെ, വേഗം ഗൈസ് എഴുതാം, സമയം ലേറ്റാണ്. അപ്പോൾ ഗൈസ് നമുക്ക് വേഗം എഴുതാം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് കൂടെ ഡെക്കറേറ്റൊക്കെ ചെയ്യണം.
പിങ്കിയാണ് നമ്മൾ എടുത്തേക്കണം. ഇനി പിങ്ക് ഓപ്പൺ ചെയ്ത് നമുക്കിവിടെ ഒരു ഇത് വരക്കാം. ഇങ്ങനെ ഒരു കുഞ്ഞു കുഞ്ഞു ഹാർട്ട് വരക്കാം. ഒരു 2 ഹാർട്ട് വരച്ചാലും മതി, അതായിരിക്കും നല്ലത്. 2 വരച്ചാൽ തികയോന്നൊരു പേടി. 3 വരച്ചാലോ? നമുക്കെന്നാ 3 ഹാർട്ട്സ് അങ്ങനെ വരച്ചു ഗൈസ്. നമുക്ക് വേഗം പോവാം, അടയ്ക്കുക. ഇനി നമ്മളടുത്ത ഹൈലൈറ്റേഴ്സ് എടുക്കുക. അടുത്ത കളർ ഏതായിരിക്കും? ഭാഗ്യം. ഞാൻ ഇതെടുക്കാം. ഓക്കെ, ഞാൻ ഇതെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സ്കിൻ കളറിയാണ് ഞാൻ എടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ സ്കിൻ കളർ എടുത്ത് നമ്മൾ ഓപ്പൺ ചെയ്തു. ഈ ഒന്നും നോക്കണ്ട, വര ഒരു ഫസ്റ്റ് ലൈൻ ഞാനൊരു വര വരച്ച് നമുക്കിഷ്ടമുള്ള പോലെ ഇങ്ങനെ വര, എന്നിട്ട് ഗ്യാപ്പിട്ട് വീണ്ടും വര, ഗ്യാപ്പിട്ട് അങ്ങനെ വരക്കാം. എന്നിട്ട് ആ ഗ്യാപ്പിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഭംഗിക്ക് വേണമെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം കേട്ടോ. ഇങ്ങനെ കുത്തു അല്ലെങ്കിൽ ഒരു കോമ അങ്ങനെയൊക്കെ വരയ്ക്കാം, ഒരു കുഴപ്പമില്ല. നോ പ്രോബ്ലം അബൌട്ട് ദാറ്റ്. പിന്നെ നമുക്ക് ഇങ്ങനെ ഇമോജീസൊക്കെ വരയോ, ഈ സ്റ്റിക്കേഴ്സ് വരയിടാം കേട്ടോ. ഇങ്ങനെ കുഞ്ഞു സ്റ്റിക്കേഴ്സ് അത് വരയിടാം. നോ പ്രോബ്ലം അബൌട്ട് ഇറ്റ് ഗൈസ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനലിൽ ലൈക്കും സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു വലിയൊരു ചാനൽ ചെയ്യാം. പിന്നെ വി ആർ റോഡിങ് ടു 500 സബ്സ്ക്രൈബേഴ്സ് ആയ പ്ലീസ് 500. ഇനി 500 നമുക്ക് 66 സബ്സ്ക്രൈബേഴ്സാണ് ഇപ്പോൾ ഉള്ളത്. നമ്മളത് 500 സബ്സ്ക്രൈബേഴ്സ് ആക്കണം. അപ്പോൾ നമ്മൾ ഇനി ആ ഗ്യാപ്പുള്ള സ്ഥലത്ത് ഞാനിപ്പോൾ ഒരു കുത്ത് വരച്ചു, ഞാനൊരു ഹാർട്ട് വരച്ച്, നമുക്ക് ഇവിടെ ഒരു ഡയമണ്ട് വരക്കാം. അങ്ങനെയൊക്കെ വരക്കാം. അപ്പോൾ ഗായ്സ്, നിങ്ങൾ എന്തായാലും ഞാനിവിടെ 6-7 വരച്ചേക്കണേണ്ട. നമ്മളുടെ ബ്രെയിനിലോടിൽ 6-7 ആ ബ്രെയിനിലോടാണ് ഞാൻ വരച്ചേക്കണം. അപ്പം നമ്മൾ എന്തോന്നാണ് 500 സബ്സ്ക്രൈബേഴ്സ് ആയാൽ നമ്മൾ ഒരു ഇതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബേഴ്സിന് ഒരു വാർത്തയും ഞങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് കൊള്ളാം. ചിലവരൊക്കെ ഈ വീഡിയോ കാണുമ്പോൾ ഇങ്ങനെ വെള്ളിക്കിടന്ന് ചിപ്സും കഴിച്ചായിരിക്കും ഈ കാണുന്നത്. ബട്ട് ഗൈസ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. ഡു സബ്സ്ക്രൈബ് നൗ. കണ്ടോ, ഞാൻ ലൈക്ക് ചെയ്തിട്ടുണ്ട്. ലൈക്ക് വരക്കുമ്പോൾ സബ്സ്ക്രൈബ് ഒന്ന് വരയ്ക്കും. അപ്പോൾ ഗൈസ്, അങ്ങനെ വീഡിയോ ചെയ്യുന്നു. എങ്ങനെയുണ്ട് ഗൈസ്? ഹൗ ഇസ് ഇറ്റ്? കണ്ടോ, നല്ല ഭംഗിയില്ലേ? അപ്പോൾ ഗൈസ്, ഇനിയും ഇതുപോലത്തൊരു ജേണൽ വേണമെങ്കിൽ ഡു ലൈക്ക് 500 സബ്സ്ക്രൈബേഴ്സ്. വി ആർ ഗോയിങ് ടു 500 സബ്സ്ക്രൈബേഴ്സ് ഗൈസ്. ഡു യു നോ 500 സബ്സ്ക്രൈബേഴ്സ്? അപ്പം ടാറ്റാ.